ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് 060/2022 10th പ്രിലിയുമായി ബന്ധപ്പെട്ട് 2022 ചോദിച്ചിട്ടുള്ള സെക്കൻഡ് ഫേസ് ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, വീഡിയോ ലൈക്ക് ചെയ്യണം. അതേപോലെ മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ചാനൽ കൂടിയുണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണെന്നാണ് ചോദിച്ചത്. മലയാള മിഷനാണ് കേട്ടോ, മലയാള മിഷനാണ്. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് മലയാള മിഷൻ. നോട്ട് ചെയ്യുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബാക്കി ഇതുപോലെ തന്നെ 6 ഫേസുകളിൽ 2022 ക്വസ്റ്റ്യൻസ് നടന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറുകൾ നടന്നിട്ടുണ്ട്. 6 ഫേസുകളിലായിട്ടാണ് എക്സാംസ് നടന്നിട്ടുള്ളത്, നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. അപ്പോൾ ആ 6 ഫേസിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യണം, മറന്നു പോരുത്. ഇത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഫേസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മീശ എന്ന നോവൽ രചിച്ചത് ആര്? അത് നമ്മുടെ എസ് ഹരീഷാണ് രചിച്ചിട്ടുള്ളത്. എസ് ഹരീഷാണ് മീശ എന്ന നോവൽ രചിച്ചിട്ടുള്ളത്. കെ ഫോൺ പദ്ധതിയില്ല, കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ചെയ്ത് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ വീടുകളിലും മൊബൈൽ ഫോൺ സേവനം, എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം, എല്ലാ വീടുകളിലും ലാൻഡ് ഫോൺ സേവനം, എല്ലാ വീടുകളിലും വയർലെസ് സേവനം. നമുക്കറിയാം, എല്ലാ വീടുകളിലും അതിവേഗമായി ഇൻ്റർനെറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സേവന പരിപാടിയാണ് കെ ഫോൺ. അപ്പോൾ രണ്ടാമതാണ് ആൻസർ. നോട്ട് ചെയ്യുക. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം. പഞ്ചവത്സര പദ്ധതി 1951 ആദ്യമായി നടപ്പിലാക്കിയത്. നോട്ട് ചെയ്യണം, ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. 1951 ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? നമുക്കറിയാലോ, ആരോഗ്യ സേതു അല്ലേ? ആരോഗ്യ സേതുവാണ്. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ആരോഗ്യ സേതു. വളരെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. നോട്ട് ചെയ്യണം, തൃശ്ശൂരാണ് കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്ന. ശ്രദ്ധിക്കുക, അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏതാണെന്നാണ് ചോദിച്ചത്. ടെന്നീസാണ്. അർജുന അവാർഡ് നേടിയിട്ടുള്ള അങ്കിത റെയ്നയുടെ കായിക ഇനം ടെന്നീസാണ് കേട്ടോ, നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ശിശു പോഷകാഹാരം, വനിതാ ശാക്തീകരണം, വായ്പാ വിതരണം. അങ്ങനെ 4 ഓപ്ഷൻസ് കണ്ടോ. ഇതിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവുമാണ്. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് 1ഉം 3ഉമാണ്. അതാണ് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അപ്പോൾ ഓപ്ഷൻ നോക്കുക, ഡി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി. അറിയാലോ, ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ നടക്കുകയാണ് ഇപ്പോൾ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപ്പെടാത്ത ജില്ല ഏതാണെന്നാണ് പറഞ്ഞത്. നമ്മൾ കേരളത്തിൽ മൊത്തമായിട്ട് 14 ജില്ലകളിലെ ആ 14 ജില്ലകളിലെ സിൽവർ ലൈൻ പദ്ധതി ഉൾപ്പെടാത്ത ജില്ല ഏതാണെന്നാണ് ചോദിച്ചത്. പത്തനംതിട്ട. അറിയാലോ, പത്തനംതിട്ട. നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യണം. എല്ലാ ISROയുടെ ചെയർമാനെയും അധികവും ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡായി ചോദിക്കാറുണ്ട്. അത് കറണ്ട് അഫയേഴ്സ് ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രിഫർ ചെയ്തിട്ടുള്ളത്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നമുക്കറിയാം, എസ് സോമനാഥാണ്. എസ് സോമനാഥ്. അറിയാലോ, എസ് സോമനാഥാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. വിന്ധ്യാപർവ്വതമില്ലേ, ഈ വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഡെക്കാൻ പീഠഭൂമി. അറിയാലോ, ഏറ്റവും വലിയ പീഠഭൂമിയായിട്ടുള്ള ഡെക്കാൻ പീഠഭൂമിയാണ്. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായിട്ടുള്ള ഭൂവിഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. നോട്ട് ചെയ്യുക. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. നോട്ട് ചെയ്യുക. സൗരോർജ്ജം, ജൈവവാതകവും സൗരോർജ്ജവും, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം. നമുക്ക് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുണ്ട്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുണ്ട്. ഇവിടെ ചോദിച്ചത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. അപ്പോൾ സൗരോർജ്ജം തന്നിട്ടുണ്ട്, ജൈവവാതകവും സൗരോർജ്ജവും തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ തന്നത് കാറ്റിൽ നിന്നുള്ള ഊർജ്ജമാണ്. അപ്പോൾ 1ഉം 2ഉം 3ഉം നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്. നമുക്കറിയാം, നോർമലി നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന പാരമ്പര്യേതരമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളാണ് സൗരോർജ്ജവും കാറ്റിൽ നിന്നൊക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ചൈന തന്നു, നേപ്പാൾ തന്നു,
പാകിസ്ഥാൻ തന്നു, ഭൂട്ടാൻ തന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് 4 കര അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡി ആണ് അല്ലേ, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമുക്കറിയാലോ, മൗണ്ട് എവറസ്റ്റ് അല്ലേ. മൗണ്ട് എവറസ്റ്റ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പരിഗണിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. മണിക്കാരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചത്. മണിക്കാരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. നമ്മുടെ ഹിമാചൽ പ്രദേശാണ് മണിക്കാരൻ താപോർജ്ജ മേഖല അഥവാ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ്. നോട്ട് ചെയ്യുക, ഹിമാചൽ പ്രദേശാണ് മണിക്കാരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏത്? ഉത്തര മഹാസമുദ്രം, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ഡെക്കാൻ പീഠവും. അങ്ങനെ 4 ഓപ്ഷൻ തന്നല്ലോ. അതിൽ ഉത്തര മഹാസമുദ്രമാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗമാണ് ഉത്തര മഹാസമുദ്രം. നോട്ട് ചെയ്യുക. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് ഏതാണെന്നാണ് ചോദിച്ചത്. അത് നമ്മുടെ ടാറ്റ അയൺ സ്റ്റീൽ പ്ലാന്റ് ആണ് കേട്ടോ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കുക. ഇന്ത്യയിൽ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത് വരുന്ന ഉത്തരായന രേഖയാണ് നമ്മുടെ ഇന്ത്യയിൽ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. ഉത്തരായന രേഖയാണ് 23.5 ഡിഗ്രി നോർത്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത എന്ന് പറയുന്നത് NH44 ആണ്. NH44 ആണ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ദേശീയപാത. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ, കൊങ്കൺ റെയിൽവേ. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യുക. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം. നോട്ട് ചെയ്യണം കേട്ടോ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955 കാലഘട്ടത്തിലാണ്. 1955 കാലഘട്ടത്തിലാണ് അയിത്ത നിരോധന നിയമം നിലവിൽ വന്നിട്ടുള്ളത്. നോട്ട് ചെയ്യട്ടോ. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിച്ച ഉത്തരവ് ഏതാണെന്നാണ് ചോദിച്ചത്. ദാറ്റ് ഈസ് ഹേബിയസ് കോർപ്പസ്. നോട്ട് ചെയ്യുക, ഹേബിയസ് കോർപ്പസ്. പൗരന്മാരെ നിയമവിരുദ്ധമായിട്ട് തടങ്കലിൽ വെക്കുന്നതിന് എതിരെയായിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ് ഹേബിയസ് കോർപ്പസ്. അടുത്തത്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്? ഇന്ത്യൻ ഭരണഘടന 6 തരത്തിൽ, ശ്രദ്ധിക്കുക, 6 തരത്തിൽ മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? നമുക്കറിയാവുന്ന ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റ് ക്വസ്റ്റ്യനാണ്. 42ാം ഭേദഗതി അല്ലേ. 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 1947 കാലം ജൂലൈ മാസം 22-ാം തീയതി, അറിയാലോ, 1947 ജൂലൈ മാസം 22-നാണ് നമ്മുടെ ദേശീയ പതാക അഥവാ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചിട്ടുള്ളത്. അപ്പം നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കുറച്ച് സ്പീഡിൽ പറയുന്നുണ്ട്, കാര്യം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ പറയുന്നത്. നിങ്ങൾ പറ്റുമെങ്കിൽ അത് സ്ലോ ആക്കിയിട്ടെങ്കിലും കേട്ട് മനസ്സിലാക്കാം, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? നമുക്കറിയാവുന്നതാണല്ലോ, ഗംഗയല്ലേ ഇന്ത്യയുടെ ദേശീയ നദി. ഓക്കെ, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണേ. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. അതേപോലെ ഞാൻ പറയട്ടെ, തൊട്ട് മുന്നേ ചോദിച്ചിട്ടുള്ള ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ്ണ പതാക 1947 ജൂലൈ 22, അതും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ച താരം. നമുക്കറിയാം, ദേശീയ ഗാനമല്ല ചോദിച്ചത്, ദേശീയ ഗീതം രചിച്ചത് ആര് എന്നാണ് ചോദിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി. അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് പോവുക. ഇന്ത്യയുടെ ദേശീയ ഗാനം
ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം നമുക്കറിയാലോ 52 സെക്കൻഡ് അല്ലേ, 52 സെക്കൻഡ്. ഫിഫ്ത്ത് ഫേസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ 3 ഓപ്ഷൻ തന്നിട്ട് ഇതേപോലെ ദേശീയ ഗാനത്തിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? 52 സെക്കൻഡ്. നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ, മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ, ഇത് 3-ാമത്തെ തവണയാണ്, 4-ാമത്തെ തവണയായിട്ടാണ് നമ്മുടെ 2022 തന്നെ ഫേസുകളിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു വരുന്നത്. നമ്മൾ ചോദിച്ചെന്താ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? നമുക്കറിയാം, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ശ്രദ്ധിക്കുക, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇപ്പം കറണ്ടായിട്ടുള്ളത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്, പ്രഥമ ചെയർമാൻ ആരായിരുന്നു എന്നും ചോദിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, കറണ്ടായിട്ടുള്ളത് ആരാണ്, അല്ലെങ്കിൽ ആദ്യം വന്നിട്ടുള്ള പ്രഥമയായിട്ടുള്ള ചെയർമാൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ആൻസർ നോട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. 1990 വിവരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണെന്നാണ് ചോദിച്ചത്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. അറിയാലോ, ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നോട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ള സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. നോട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ പോവാലോ. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ഇവിടെ ബ്രഹ്മസമാജം, ആര്യ സമാജം, പ്രാർത്ഥനാ സമാജം, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ, 4 ഓപ്ഷൻ. അതിന് കറസ്പോണ്ടായിട്ട് ദയാനന്ദ സരസ്വതി, ആത്മാറാം പാണ്ഡുരംഗ്, കേശവ ചന്ദ്ര സെൻ, രാജാറാം മോഹൻ റോയ്. 4 തന്നല്ലോ. നമുക്കറിയാം ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആണ്. അറിയാലോ, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആണ്. നോട്ട് ചെയ്ത് പോകണം. ആര്യ സമാജം അറിയാലോ, ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജം ദയാനന്ദ സരസ്വതിയാണ്. പ്രാർത്ഥനാ സമാജം അറിയാലോ, ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗ് ആണ് ആര്യ സമാജം, പ്രാർത്ഥനാ സമാജം, ആത്മാറാം പാണ്ഡുരംഗ്. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ, കേശവ് ചന്ദ്ര സെൻ. നോട്ട് ചെയ്ത് പോവുക, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, ആര്യ സമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ഓക്കെ, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ ചന്ദ്ര സെൻ. അപ്പോൾ അത് നമ്മൾ ഓപ്ഷനിൽ നോക്കി എടുക്കണം. അപ്പോൾ ABCD എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കണ്ടോ, അതിൽ 1-ാമതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അവസാനത്തെ ബഹുജന സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അവസാനത്തെ, നോട്ട് ചെയ്യുക, അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു? 1942 നടന്നിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ സമരം. നോട്ട് ചെയ്യുക, ക്വിറ്റ് ഇന്ത്യ സമരം. സാന്താൾ കലാപം ഓർമ്മല്ലേ? സിദ്ധു കാനു ഓർമ്മല്ലേ? സാന്താൾ കലാപം നടന്ന വർഷമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 1855, 1856 കാലഘട്ടമാണ്. 1855-56 കാലഘട്ടത്തിലാണ് സാന്താൾ കലാപം നടന്നിട്ടുള്ളത്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യുക. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശമല്ലേ നമ്മുടെ ബംഗാൾ എന്ന് പറയുന്നത്? ബംഗാൾ അല്ലേ? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INCയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള ഏക മലയാളി ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ചേറ്റൂർ C. ശങ്കരൻ നായർ അഥവാ C. ശങ്കരൻ നായർ. നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 1-ാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന്? 1857 മെയ് മാസം 10-ാം തീയതി. നോട്ട് ചെയ്യണം, 1857 മെയ് മാസം 10-ാം തീയതിയാണ് 1-ാം സ്വാതന്ത്ര്യ സമരം അഥവാ ശിപ്പായി ലഹള അരങ്ങേറിയിട്ടുള്ളത്, ആരംഭിച്ചത് 1857 മെയ് മാസം 10-ാം തീയതി. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ, നോട്ട് ചെയ്യുക. ക്വിറ്റ് ഇന്ത്യ സമരം ഇതാ ഇപ്പം വീണ്ടും റിപ്പീറ്റഡ് ആയി വന്നിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ ദിനം, ക്വിറ്റ് ഇന്ത്യ സമരം നമുക്ക് പഠിച്ചിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത് 1942 അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്വിറ്റ് ഇന്ത്യ ദിനം വന്നിട്ടുണ്ട്. ആ ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണെന്നാണ് ചോദിച്ചത്. ആഗസ്റ്റ് 8, 1942. അറിയാലോ, നമ്മളിപ്പോൾ പറഞ്ഞു 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം രൂപീകരിച്ചത്, അതായത് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്വിറ്റ് ഇന്ത്യ ദിനം വന്നു. അത് ആഗസ്റ്റ് 8 ആണ് കേട്ടോ. നോട്ട് ചെയ്യുക, ആഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ ദിനം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നോട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്തത് അതിർത്തി ഗാന്ധി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അറിയാലോ, ഈ 5th ഫേസ് ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. നോട്ട് ചെയ്യുക, അതിർത്തി ഗാന്ധി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഞാനിത് നോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു 6 ഫേസിലെ ക്വസ്റ്റ്യൻസ് താരതമ്യം ചെയ്യാണ്, അനലൈസ് ചെയ്യാണ്. അപ്പോൾ 4 ഓപ്ഷനിൽ വരുന്ന ആൻസേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അനലൈസ് ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഈ ഒരു ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതേപോലെ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്തിട്ട് മാറ്റി എഴുതി പഠിച്ച് തന്നെ പോവുക. അടുത്തത്, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയിട്ടുള്ള സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത്. 1961 ഗോവ വിമോചനം. ഇവിടെ ചോദിച്ചത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയിട്ടുള്ള സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് എന്ത് പേരിലാണെന്നാണ്. നമുക്കറിയാം ഓപ്പറേഷൻ വിജയ് ആണ്. ഓപ്പറേഷൻ വിജയ് നോട്ട് ചെയ്യണം. ഓപ്പറേഷൻ വിജയ് ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യണം. അടുത്തത്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ. നമുക്കറിയാം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി അല്ലേ? ഫസൽ അലി. ഇതും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത്? നമ്മുടെ എറണാകുളം ജില്ലയിലെ മംഗളവനം പക്ഷി സങ്കേതം. കേരളത്തിലെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നോട്ട് ചെയ്യുക. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയ്ക്കായി നിലനിൽക്കുന്നത് നമുക്കറിയാമല്ലോ, നമ്മുടെ സൈലന്റ് വാലി ദേശീയോദ്യാനം. 1984 രൂപം കൊണ്ടിട്ടുള്ള സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിലാണ് സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിൽക്കുന്നത്. നോട്ട് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായൽ. നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻറ്റ് ആൻഡ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ഏതാണ്? ശാസ്താംകോട്ടക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏറ്റവും ആദ്യത്തേതല്ല ചോദിച്ചത്, ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഇത് മൂന്നാമത്തെ തവണയാണ് റിപ്പീറ്റഡായി ചോദിക്കുന്നത്. 5th ഫേസിലും ഇതേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇടുക്കിയാണ് അല്ലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. പള്ളിവാസൽ കണ്ടോ, ഏറ്റവും ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചോദിക്കുന്നുണ്ട്, നോട്ട് ചെയ്യണം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. അടുത്തത്, മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാലോ എറണാകുളം ജില്ലയിലാണ് മത്സ്യബന്ധനം ഏറ്റവും കൂടുതൽ ഉള്ളത്. അടുത്തത്, കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂർ ചന്ദനക്കാടുകൾ കേട്ടിട്ടില്ലേ? മറയൂർ ചന്ദനക്കാടുകൾ അറിയാലോ. ഏക ചന്ദന നിർമ്മാണ ഡിവിഷനാണ് മറയൂർ എന്ന് പറയുന്നത് അല്ലേ? മറയൂർ അറിയാലോ, മറയൂർ ഇടുക്കി ജില്ലയിലെ മറയൂറാണ് ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ. നിലമ്പൂർ ഉണ്ടല്ലോ, അത് തേക്കാണ്. നിലമ്പൂർ മലപ്പുറം തേക്കാണത്. ഇത് ചന്ദനം എന്ന് പറയുന്നത് മറയൂർ. നോട്ട് ചെയ്യുക, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണെന്നാണ് ചോദിച്ചത്. തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ളത്. നോട്ട് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നമുക്കറിയാം, ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് അല്ലേ? ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല, ജനസംഖ്യ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് മലപ്പുറം ജില്ലയിലാണ്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയുടെ പേര് എന്താണെന്ന് ചോദിച്ചത്. നമുക്കറിയാം സ്പ്ലാഷ് എന്നാണ് അത് അറിയപ്പെടുന്നത്. സ്പ്ലാഷ്. ഓക്കെ, സംസ്ഥാനത്ത് 8-നും 18-നും വയസ്സിലെ ഇടയിലുള്ള കുട്ടികളുണ്ടല്ലോ, അവർക്ക് നീന്തൽ പരിശീലനം നൽകാൻ വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് സ്പ്ലാഷ്. നോട്ട് ചെയ്യുക, അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാണ്. മുസ്ലിം മഹാജനസഭ തിരുവിതാംകൂറിൽ, അതിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. നോട്ട് ചെയ്യണം, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ. നോട്ട് ചെയ്യുക, ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നോട്ട് ചെയ്യണം. താഴെ പറയുന്നതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത് വേലുത്തമ്പി കലാപമാണ് അല്ലേ? വേലുത്തമ്പി കലാപമാണ് ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ കയ്യൂർ ലഹള കാണാമല്ലോ. 1943 കാസർഗോഡ് നടന്നതാണ് കയ്യൂർ ലഹള. 1943 കയ്യൂർ ലഹള നടന്നിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ. ഉപ്പ് സത്യാഗ്രഹം അറിയാലോ, നമുക്കറിയാം 1930 നടന്നത്. 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. 1921 മലബാർ കലാപം നടന്നിട്ടുള്ളത്. 1921 മലബാർ കലാപം നടന്നിട്ടുള്ളത്. വേലുത്തമ്പി കലാപമല്ല, നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് വേലുത്തമ്പി കലാപമാണ്. അത് നോട്ട് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ആദിഭാഷ, ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആദിഭാഷ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് ചട്ടമ്പി സ്വാമിയാണ് ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ, നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. പൂക്കോട്ടൂർ സംഭവം ഏത്
സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാലോ മലബാർ കലാപം 1900 ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ 1921 കാലഘട്ടം അല്ല 1921 നടന്നിട്ടുള്ള മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് പൂക്കോട്ടൂർ സംഭവം നടന്നിട്ടുള്ളത്. ബാക്കി കണ്ടല്ലോ വൈക്കം സത്യാഗ്രഹം നമുക്കറിയാം 1924 വൈക്കം സത്യാഗ്രഹം. പുന്നപ്ര വയലാർ സമരം 1946 പുന്നപ്ര വയലാർ സമരം. ചാന്നാർ ലഹള നടക്കുന്ന 1813 മുതൽ 1859 കാലഘട്ടമാണ്. 1813 മുതൽ 1859 കാലഘട്ടത്തിലാണ് ചാന്നാർ ലഹള മാർമറയ്ക്കൻ ഒക്കെ ഉള്ള സമരമായിരുന്നു. പിന്നെ ഇവിടെ പറഞ്ഞത് മലബാർ കലാപം 1921. അപ്പോൾ പൂക്കോട്ടൂർ സംഭവം എന്ന് പറയുന്നത് ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? നമുക്കറിയാം മലബാർ കലാപം. നോട്ട് ചെയ്യണം. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? ദൈവദശകവും ദർശനമാലയും ശിവദശകവും അതുപോലെ നിജാനന്ദ വിലാസവും തന്നിട്ടുണ്ട്. ഇത് എഴുതിയിട്ടുള്ള കൃതികൾ ആ കർത്താവിനെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ദൈവദശകം, ദർശനമാല, ശിവദശകം അതുപോലെ നിജാനന്ദ വിലാസം അങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ നിജാനന്ദ വിലാസം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമിയുടേതാണ്. ബാക്കിയുള്ളതൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കുക, ഡി ആണ് ആൻസർ. കാരണം താഴെ പറഞ്ഞതിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ദാറ്റ് ഈസ് നിജാനന്ദ വിലാസം. അത് ചട്ടമ്പി സ്വാമിയുടേതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂർ. നമുക്കറിയാലോ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പ്രധാനപ്പെട്ട കേന്ദ്രം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. ഇലക്ട്രിസിറ്റി സമരം അഥവാ ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? തൃശ്ശൂർ ജില്ലയിലാണ്. 1936 തൃശ്ശൂർ ജില്ലയിലാണ് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക, 1936 തൃശ്ശൂർ ജില്ലയിലാണ് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നിട്ടുള്ളത്. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ്? വളരെ ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ, നോട്ട് ചെയ്യണം കേട്ടോ. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, അതേപോലെ തന്നെ ഇതും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം അയ്യങ്കാളിയാണ്. ആരാണ്? അയ്യൻകാളിയാണ് സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത്. അയ്യങ്കാളി. അടുത്തത് കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. അറിയാലോ, നമ്മുടെ പണ്ഡിറ്റ് KP കറുപ്പൻ അഥവാ പണ്ഡിറ്റ് കറുപ്പനാണ് കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. അതും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം ഏതാണെന്നാണ് ചോദിച്ചത്. വൈക്കം സത്യാഗ്രഹം 1924 നടന്നു. സവർണ ജാഥ ഓർമ്മയുണ്ടോ? സവർണ ജാഥ മന്നത്ത് പത്മനാഭന്റെ. അത് 1924 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ്. നോട്ട് ചെയ്യുക, ഇതും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജനാവയവം? മനുഷ്യനിലെ പ്രധാന വിസർജനാവയവം. വൃക്ക തന്നു, ത്വക്ക് തന്നു, കരൾ തന്നു, ശ്വാസകോശം തന്നു. ഇതിൽ വൃക്കകളല്ലേ പ്രധാനപ്പെട്ടത്. നോട്ട് ചെയ്യുക, വൃക്കകൾ. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജനാവയവം? വൃക്കകൾ. നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത്, ശ്വാസം നിശ്വസിക്കുമ്പോൾ പുറത്തുവിടുമ്പോൾ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയയിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ശരി ഏതെന്ന് കണ്ടെത്തുക. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. അതുപോലെ ഔരശാശയത്തിൽ വ്യാപ്തി വർദ്ധിക്കുന്നു. ഔരശാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. ഔരശാശയത്തിലെ വായുമർദ്ദം കുറയുന്നു. അങ്ങനെ 4 ഓപ്ഷൻ തന്നു. അതിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചത്. 1ഉം 3ഉം ശരിയാണ്. ഓക്കെ, 1ഉം 3ഉം എന്ന് പറയുമ്പോൾ ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നതും ഔരശാശയത്തിലെ വായുമർദ്ദം കൂടുന്നതും. അപ്പോൾ ബാക്കി 2ഉം 4ഉം തെറ്റാണ്. ശരിയാണ് ചോദിച്ചത് 1ഉം 3ഉം. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ 1, 3 എന്നിവ മാത്രം. ഓപ്ഷൻ സി നോട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ നോട്ട് ചെയ്തിട്ട് ബബിൾ ചെയ്യണം. അടുത്തത്, ഏത് ജീവകത്തിൻ്റെ അപര്യാപ്ത മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അധികവും റിപ്പീറ്റഡായി കാണുന്നു. റിക്കറ്റ്സ് അല്ലേ? റിക്കറ്റ്സ് ജീവകം ഡിയുടെ അപര്യാപ്തം, ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്നതാണ് റിക്കറ്റ്സ്. കണ എന്ന് പറയുന്നത് റിക്കറ്റ്സ്. അപ്പോൾ നോട്ട് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ജീവകം ഡിയുടെ ഡെഫിഷ്യൻസി അഥവാ അപര്യാപ്തത മൂലമാണ് റിക്കറ്റ്സ് അഥവാ കണ രോഗം ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് വൈറസാണ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? ശ്രദ്ധിക്കാം, കുറേ വൈറസ് രോഗങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ബാക്ടീരിയ രോഗങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് നോക്കൂ, ക്ഷയം നിപ, എയ്ഡ്സ് മലേറിയ, നിപ എയ്ഡ്സ്, ക്ഷയം എയ്ഡ്സ്. നമുക്ക് എല്ലാവർക്കും പരിചിതമായി ഇപ്പോൾ തന്നെ നിപയും എയ്ഡ്സും വൈറസ് രോഗമാണ് അല്ലേ? അപ്പോൾ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? നിപ ആൻഡ് എയ്ഡ്സ്. നോട്ട് ചെയ്യുക. സർക്കാർ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയുടെ പേര് എന്താണ്?
കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ 5th ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുക. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ആർദ്രം നോട്ട് ചെയ്യുക. സർക്കാർ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ആർദ്രം നോട്ട് ചെയ്യുക. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണേ. അടുത്തത്, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏത്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുക. നൈട്രജൻ. അടുത്തത് നമുക്കറിയാലോ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, ക്ലോറോഫ്ലൂറോ കാർബൺ, CFC, ഇതൊക്കെ എന്ന് പറയുന്നത് ഹരിതഗൃഹ വാതകത്തിൽ ഉൾപ്പെടുന്നതാണ്. ചോദിച്ചത് അല്ലാത്തത് ഏത്? നൈട്രജൻ. അടുത്തത്, വന നശീകരണത്തിന് കാരണമാകാത്തത് ഏത്? മാറിപ്പോരെ, വായിക്കുമ്പോൾ കാരണമാകാത്തത് റോഡുകളുടെ നിർമ്മാണം വനനശീകരണത്തിന് കാരണമാകുന്നുണ്ടോ നോക്കാം. ഇന്ധനത്തിൻ്റെ വർദ്ധിച്ച ആവശ്യകത, വ്യാവസായിക വളർച്ച, സസ്യപരിപാലനം. ഇങ്ങനെ 4 ഓപ്ഷൻ തന്നു. ഇതിൽ വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സസ്യപരിപാലനം. സസ്യം പരിപാലിക്കുന്നത് വനനശീകരണത്തിന് കാരണമാവില്ലല്ലോ, വനം കൂടുകയല്ലേ ചെയ്യും. അപ്പോൾ നോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ നോട്ട് ചെയ്തിട്ട് ബബിൾ ചെയ്യണം. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏത്? പശ, ഫ്ലൈവുഡ്, പെട്രോൾ, മെഴുക്. 4 ഓപ്ഷൻ തന്നു. ഇതിൽ പെട്രോൾ എന്ന് പറയുന്നത് വനത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതല്ല, വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം എന്ന് പറയുന്നത് പെട്രോൾ ആണ്. കേരളത്തിൽ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം നോട്ട് ചെയ്യണം. മികച്ച പാവൽ വിത്തിനം ഏതാണെന്നാണ് ചോദിച്ചത്. അത് പ്രിയങ്ക ആണ്. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള മികച്ച പാവൽ വിത്തിനം എന്ന് പറയുന്നത് പ്രിയങ്കയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കഴിഞ്ഞ 5th ഫേസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കോഴിക്കോടല്ലേ? കോഴിക്കോടാണ് നമ്മുടെ IISR എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യുക. താഴെ തന്നിരിക്കുന്നവയിൽ പ്രസ്താവനയിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് ശ്രദ്ധിക്കാൻ, നോട്ട് ചെയ്യണം. തെറ്റായത്, ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ. ഒരാറ്റത്തിലെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡാണ്. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങൾ ഐസോബാറുകൾ. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ്. ഇതിൽ തെറ്റായതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ, ശരിയാണ്. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ, ശരിയാണ്. ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡാണ്, ശരിയാണ്. ഒരേ അറ്റോമിക് നമ്പർ വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ, അത് തെറ്റ്. അപ്പോൾ 4 ആണ് ഇതിൽ തെറ്റ്. അപ്പോൾ 4 മാത്രം, ഓപ്ഷൻ ഡി നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം. സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്നത് പ്ലവന പ്രക്രിയയാണ്. നോട്ട് ചെയ്യുക, ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് പ്ലവന പ്രക്രിയ, നോട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കാൽസ്യത്തിൻ്റെ വാഹിത മിഷലിൻ്റെ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചത്. 4 ആണ് കാൽസ്യത്തിൻ്റെ വാഹിത മിഷലിലെ നമ്പർ എന്ന് പറയുന്നത്, 4 ആണ്. നോട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഡ്യൂട്ടീരിയത്തിനുള്ള ന്യൂട്രോണുകളുടെ എണ്ണം, ഡ്യൂട്ടീരിയം, പ്രൊട്ടീയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, 3 എണ്ണമാണ്. ഹൈഡ്രജൻ്റെ ഹൈസോട്ടോപ്പുകളാണ് പ്രൊട്ടീയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇതിൽ ഡ്യൂട്ടീരിയത്തിൻ്റെ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചത്. 1. ശ്രദ്ധിക്കുക, 1. തെറ്റിക്കരുത്, 1. ഡ്യൂട്ടീരിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം 1. ട്രിഷ്യത്തിൽ 2, പ്രൊട്ടിയത്തിൽ ഇല്ല. അപ്പോൾ ഡ്യൂട്ടീരിയത്തിൻ്റെ ന്യൂട്രോണുകളുടെ എണ്ണം 1. നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാലോ, സോഡിയം ബെൻസോയേറ്റ്. ഓപ്ഷൻ ബി സോഡിയം ബെൻസോയേറ്റ് ആണ് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു, സോഡിയം ബെൻസോയേറ്റ്. നോട്ട് ചെയ്യുക. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിച്ചാൽ അതിൻ്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജത്തിന് 4 ഇരട്ടി ആവും. ഗതികോർജം 4 ഇരട്ടിയാവും. എന്ത് മാറ്റം സംഭവിക്കുന്ന ചോദിച്ചത്? 4 ഇരട്ടിയാവും. നോട്ട് ചെയ്യുക, 4 ഇരട്ടിയാവും. അടുത്തത്, ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം ഡേഷാണ്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം എന്ന് പറയുന്നത്. ഭാരമാണ് ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം. നോട്ട് ചെയ്യുക, ഭാരം. സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചത്. സോളാർ വാട്ടർ ഹീറ്റർ. ഓപ്ഷൻ നോക്കുക, സോളാർ വാട്ടർ ഹീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? താഴെ കൊടുത്തവയിലാണ്. നമുക്കറിയാം തരംഗദൈർഘ്യം കൂടിയത് ഏതാ? റെഡ് അല്ലേ? നമ്മൾ നോക്കുകയാണ്. വിബ്ജിയോർ എഴുതുക. വിബ്ജിയോർ നമുക്കറിയാം. വിബ്ജിയോർ കണ്ടോ? ഇതിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, റെഡ്. റെഡിനാണ് ഏറ്റവും തരംഗദൈർഘ്യം കൂടിയത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ വിബ്ജിയോറിൽ റെഡ് എന്ന് പറയുന്ന നിറം തന്നിട്ടില്ല. പിന്നെ തരംഗദൈർഘ്യം കൂടിയത് ഓറഞ്ചിനാണ്. അപ്പോൾ ഓറഞ്ചാണ് ആൻസർ. നോട്ട് ചെയ്യുക. അപ്പോൾ തരംഗദൈർഘ്യം കുറഞ്ഞതോ? വയലറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഡാഷ്. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ആണ് കെൽവിൻ. അറിയാലോ? കെൽവിൻ. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ആണ് കെൽവിൻ. അറിയാലോ? കെൽവിൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, 81. 81 മുതൽ 100 വരെ പൊതുവേ പറയുന്നത് പോലെ തന്നെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ആൻസർ ആവശ്യമുണ്ടെങ്കിൽ സൊല്യൂഷൻ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്തു തരും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറന്നു പോകരുത്, അവർക്കും ഇത് ഉപകാരപ്പെടും. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറന്നു പോവാതെ. അതേപോലെ നമ്മുടെ മെറ്റാമോർഫിക് റോക്സിൻ്റെ ഒരു ടെലഗ്രാം ചാനൽ കൂടിയുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, മറന്നു പോകരുത്. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇത്തരത്തിലുള്ളതും അതുപോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസും അതിൽ ഞാൻ ചേർക്കുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം.